എല്ലാ വർഷവും ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്താറുണ്ട് കേട്ടോ. ഒക്ടോബർ 19 22 ഇയേഴ്സ് ആവുകയാണ് എൻ്റെ അച്ഛൻ മരിച്ചിട്ട്. അപ്പോഴത്തേക്കും അമ്മയും ഞാനും കൂടി എല്ലാ പ്രാവശ്യവും അമ്പലത്തിലേക്കൊക്കെ പോവും. അപ്പോൾ അതേപോലെ ഇപ്രാവശ്യവും പോയി. ഞാനും അമ്മയും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ കുറേ വർഷമായിട്ട് അമ്മയ്ക്ക് വിഷമവും കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ 22 ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മയും മാറുമല്ലോ. അമ്മയ്ക്ക് ഞാനുണ്ട് എന്നുള്ളൊരു തോട്ട് അമ്മയ്ക്ക് നല്ല രീതിയിലുണ്ട്. അമ്മയും ഞാനും കൂടി എല്ലാ കാര്യങ്ങളിലും ചെയ്യാറുണ്ട്, പോവാറ്. അതേപോലെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനാണെങ്കിലും അമ്പലത്തിൽ പോകാനാണെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. ഞാൻ അമ്മയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലും. അപ്പോഴത്തേക്കും നമുക്ക് പിതൃപൂജയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദം വയ്ക്കാൻ പോകണമായിരുന്നു. അത് ചെയ്തു വന്നപ്പോഴത്തേക്കും ലേറ്റായി. അപ്പോൾ നമുക്ക് പിതൃപൂജയുടെ നിവേദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പൂജ ചെയ്തേണ്ടത്. നമുക്ക് പകരം അമ്പലത്തിൽ നമുക്കറിയാവുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് അവർ നമുക്ക് കുറേ ഉണ്ണിയപ്പം, അതുപോലെ തന്നെ നമ്മുടെ അടയുണ്ടല്ലോ, അട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തൃക്കുന്നപ്പുഴ അമ്പലത്തിലാണ് പോയത്. അമ്പലപ്പുഴ അമ്പലം നിയറാണ് കേട്ടോ, നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ വലുതായിട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ തൃക്കുന്നപ്പുഴ അമ്പലത്തിലെ നിവേദ്യമാണ്, അയ്യപ്പന് കൊടുക്കുന്ന നിവേദ്യമാണ്. ഈ അട എനിക്കൊരു ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ എനിക്ക് കഴിക്കാനായിട്ട് മറ്റുള്ള വെണ്ണയുടെ ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ വന്ന വഴിക്ക് ഞാൻ കുറേ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ അടുത്തെങ്ങാണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ അമ്മ എനിക്ക് പൊതിച്ചോറ് കിട്ടിത്തന്നുണ്ട്. ഈ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ട് ആയിരിക്കും നിങ്ങൾ ഇപ്പോഴത്തെ വീഡിയോ ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പച്ചനെ കൊണ്ടിട്ട്, അതായത് അപ്പുറത്തെ വീട്ടിലെ അപ്പച്ചനെ കൊണ്ടിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഇതുണ്ടല്ലോ നമ്മുടെ പുല്ലല്ല, ഇതിന് വിഷപ്പോളാന്ന് പറയാം. അപ്പോൾ അപ്പച്ചൻ ഇത് എല്ലാ പ്രാവശ്യവും ഞാൻ ചെല്ലുമ്പോൾ ഞാനത് ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം വല്ല പാമ്പോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പട്ടിയൊക്കെ അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. എല്ലാ പ്രാവശ്യം ഞാൻ 1 മന്തിലോ ഒരിക്കലായിരിക്കും പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനിതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ പുല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ദീപാവലിയുടെ തലേ ദിവസമായിരുന്നല്ലോ. അപ്പോൾ വിളക്ക് കത്തിച്ച് നാമം അമ്മ ചൊല്ലി. ആ സമയത്ത് ഞാൻ നോക്കാൻ നേരം അക്കരയിൽ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു വീടുണ്ട്. അപ്പോൾ അവിടെ ദീപമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവിടുത്തെ ആൻറ്റിയും കുഞ്ഞും ഹസ്ബൻഡും ഒക്കെ കൂടി നല്ല രീതിയിൽ ഇങ്ങനെ വെക്കുന്നു. നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതെല്ലാം ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ